ഹലോ ഗൈസ്, രാവിലെ ഗൗതം വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെയും കാത്ത് പുറത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. വേറെ പണിയും ഇല്ല, അതുകൊണ്ട് ചുമ്മാ നോക്കിയോണ്ട് നിൽക്കണം. റൂമിലാണെങ്കിൽ കുടിക്കാൻ പോലും വെള്ളമില്ല. അതുകൊണ്ട് അപ്പുറത്തെ സാധനത്തിന്റെ റൂമിൽ പോയി വെള്ളം ചോദിച്ചു. അവനാണെങ്കിൽ ടൈമിന് വെള്ളമൊക്കെ കറക്റ്റായി എടുത്ത് വെക്കുക. അതുകൊണ്ട് കുഴപ്പമില്ല. അവൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി, വെള്ളത്തിന് വെള്ളം, ഫുഡിന് ഫുഡ് എല്ലാം ചെയ്തുതരാം. അതുകൊണ്ട് ഒരു സീനില്ല, നന്മയുള്ളവനാ. ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴാണെങ്കിൽ ഇന്നും ഒരു പാർസൽ നോക്കിയപ്പോൾ ഫാരിസിന്റെ വേറെ ഒരു പാർസൽ വന്നിരിക്കുന്നു. പിന്നെ അതും പോയി മേടിച്ചിട്ടൊന്ന് അങ്ങനെ രാവിലെ വരാന്ന് പറഞ്ഞവൻ ഉച്ചയ്ക്ക് എങ്ങനെയോ പിന്നെ അവന്റെ കൂടെ അങ്ങനെ മന്തി കഴിക്കാൻ പോയി. അവനാണെങ്കിൽ നമ്മളെ വ്ളോഗിലൊന്നും മുഖം കാണിക്കൂല എന്നൊക്കെ ഭയങ്കര ജാടായിട്ടോണ്ട് പോണത്. അവിടെ പോയപ്പോഴാണ് ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ 1 മണിക്കൂർ പോസ്റ്റിന് ശേഷം നമുക്ക് സീറ്റും കിട്ടി, മന്തിയും കിട്ടി, എല്ലാം കിട്ടി. മന്തി കണ്ടപ്പോൾ നോം സന്തുഷ്ടനാണ്. അങ്ങനെ തിരിച്ചു പറഞ്ഞ വഴിയിൽ ഫീൽ ലബാൻ കണ്ടപ്പം പതുക്കെ അങ്ങോട്ടും കയറി. ഗൗതം ഇതുവരെയും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഫീൽ ലബാൻ നമുക്ക് സ്പോൺസർ ചെയ്തത് ഗൗതമായിരുന്നു. ഫസ്റ്റ് ടൈം കഴിച്ച ആളുടെ റിവ്യൂ നമുക്ക് കേൾക്കാം. ശുഭം പ്രതീക്ഷ. അങ്ങനെ രാത്രിയായപ്പോൾ പതുക്കെ കാലത്ത് ചോറും ഇട്ട് ഒരു മുട്ടയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഉള്ളതിൽ ഇഷ്ടമില്ലാത്ത പരിപാടിയായി ഉള്ളി വെട്ടണത്. എന്താ വെച്ചാൽ കരഞ്ഞ് മരിക്കും നമ്മൾ. ആകെ ഇരുന്ന 2 മുട്ട, അതിൽ 1 അടിച്ചൊഴിച്ചത് തറയിലായിപ്പോയി. അതുമാത്രമല്ല, ബാക്കിയിരുന്ന മുട്ടയിലും ഉണ്ടാക്കിയതും കരിഞ്ഞു പോയി. ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ കയറിയതായിരുന്നു, ഹൈ ഫ്ലെയിമി ആയിപ്പോയി, അത് കരിഞ്ഞു പോയി. പിന്നെ എന്താ, ഓൺലൈനിൽ ഒരു ഷവർമ ഓർഡർ ചെയ്ത് കഴിച്ച്. തമിഴ് ബിഗ് ബോസിന്റെ എല്ലാ ആഴ്ചത്തെ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് മാത്രം ഇരുന്ന് കാണാം. അതുകൊണ്ട് അതും കണ്ടിട്ട് വേറെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് കിടന്നുറങ്ങി. ഓക്കെ, ബൈ ഗൈസ്.